നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ RBI പേടിഎം പേയ്മെന്റ് ബാങ്ക് പൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി തുടർന്നു പോകുന്ന വിലക്കുകൾക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായ അന്ത്യം കുറിച്ചിരിക്കുന്നത്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 22(4) പ്രകാരം RBI പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി മുതൽ യാതൊരുവിധ ബാങ്കിംഗ് ഇടപാടുകളും നടത്താൻ ബാങ്കിന് സാധിക്കില്ല എന്നർത്ഥം. ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്യുന്നതിനായി, അതായത് പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും RBI അറിയിച്ചിട്ടുണ്ട്. എന്താണ് സെക്ഷൻ 22(4) പറയുന്നത്? ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 22(4) റിസർവ് ബാങ്കിന് ഒരു ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കാൻ നൽകുന്ന അധികാരത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് പിന്നിലെ വിവിധ സാഹചര്യങ്ങളാണ് പറയുന്നത്. 4 സാഹചര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കമ്പനി ഇന്ത്യയിൽ ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നത് നിർത്തുകയാണെങ്കിൽ. 2, ലൈസൻസ് നൽകുമ്പോൾ RBI വെച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടാൽ. 3, സെക്ഷൻ 22(3) പാലിക്കാതിരുന്നാൽ. 4, ബാങ്കിംഗ് പ്രവർത്തനം തുടരുന്നത് പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് RBIക്ക് തോന്നിയാൽ. 4 സാഹചര്യങ്ങളിൽ ലൈസൻസ് റദ്ദാക്കാൻ RBIക്ക് അധികാരമുണ്ട്. ഇവിടെ സെക്ഷൻ 22(3) പ്രധാനമായും പറയുന്നത് നിക്ഷേപകരുടെ താൽപര്യ സംരക്ഷണമാണ്. ബാങ്കിന്റെ പ്രവർത്തനം നിക്ഷേപകർക്ക് ദോഷകരമാണെന്നോ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാൻ ബാങ്കിന് കഴിയില്ലെന്നോ RBIക്ക് ബോധ്യപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കാം. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ കാര്യത്തിൽ അവർ ലൈസൻസ് നിബന്ധനകൾ തുടർച്ചയായി ലംഘിച്ചുവെന്നും നിക്ഷേപകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും കണ്ടെത്തിയതിനാലാണ് RBI സെക്ഷൻ 22(4) ഉപയോഗിച്ച് ലൈസൻസ് റദ്ദാക്കിയത്. ബാങ്കിന്റെയും നിക്ഷേപകരുടെയും താൽപര്യങ്ങൾക്ക് ദോഷകരമായ രീതിയിലാണ് ബാങ്കിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും മാനേജ്മെന്റിന്റെ പ്രവർത്തനം പൊതു താൽപര്യത്തിന് വിരുദ്ധമാണെന്നും RBI ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലൈസൻസ് നിബന്ധനകൾ പാലിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടുവെന്നും പ്രവർത്തനം തുടരാൻ അനുവദിക്കുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ലെന്നും RBI കൂട്ടിച്ചേർത്തു. നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ബാങ്കിന് അതിന്റെ ബാധ്യതകൾ തീർക്കാനുള്ള മതിയായ ലിക്വിഡിറ്റി കൈവശമുണ്ടെന്നും പിരിച്ചുവിടൽ പ്രക്രിയയിൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പണം പിൻവലിക്കാൻ സാധിക്കുമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പേടിഎം പേയ്മെന്റ് ബാങ്കിനെയാണ് ബാധിക്കുക എന്നതാണ് ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. RBIയുടെ തീരുമാനത്തിന് പിന്നാലെ തങ്ങളുടെ മാതൃ കമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസിന്റെ സാമ്പത്തിക വശത്തെയോ ബിസിനസിനെയോ ഇത് ബാധിക്കില്ലെന്ന് പേടിഎം വ്യക്തമാക്കിയിട്ടുണ്ട്. പേടിഎം പേയ്മെന്റ്സ് ബാങ്കുമായി നിലവിൽ ബിസിനസ് ബന്ധങ്ങളോ നിക്ഷേപങ്ങളോ ഇല്ലെന്നും ബോർഡ് അംഗങ്ങളിലോ മാനേജ്മെന്റിലോ പങ്കാളിത്തമില്ലാത്ത സ്വതന്ത്രമായാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ച കണക്കുകൾ 2024 മാർച്ച് 31 തന്നെ കമ്പനി ക്രമീകരിച്ചിരുന്നു. പേടിഎം ആപ്പ്, UPI, പേടിഎം ഗോൾഡ്, QR കോഡ്, സൗണ്ട് ബോക്സ്, കാർഡ് മെഷീനുകൾ, പേയ്മെന്റ് ഗേറ്റ്വേ തുടങ്ങിയ സേവനങ്ങളെല്ലാം തന്നെ തടസ്സമില്ലാതെ തുടരും. ഈ നടപടി പേയ്മെന്റ് ബാങ്കിനെ മാത്രമാണ് ബാധിക്കുന്നതെന്നും കമ്പനിയുടെ മറ്റു പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും പേടിഎം ഊന്നി പറയുന്നു. 4 വർഷമായി തുടർന്ന പോരാട്ടമാണ് RBI ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. 2022 മാർച്ചിൽ പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നത് വിലക്കിക്കൊണ്ടാണ് RBI നടപടികൾ തുടങ്ങിയത്. 2024 ജനുവരിയിൽ പുതിയ നിക്ഷേപങ്ങൾ, വാലറ്റ് ടോപ്പ് ആപ്പുകൾ എന്നിവ നിരോധിച്ചതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. 2024 മാർച്ച് 15 പുതിയ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞു. ഇതോടെ പേടിഎമ്മിന്റെ ബാങ്കിംഗ് വിഭാഗവും പേയ്മെന്റ് വിഭാഗവും തമ്മിൽ വേർപിരിഞ്ഞു. 2024 മാർച്ചിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പേടിഎമ്മിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ പദവി നൽകിയിരുന്നു. ഇതോടെ യെസ് ബാങ്ക് ഉൾപ്പെടെയുള്ള പങ്കാളി ബാങ്കുകൾ വഴി UPI സേവനങ്ങൾ തുടരാൻ പേടിഎമ്മിന് സാധിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ വ്യാപാരികളുടെ ഇടപാടുകൾ മറ്റു പങ്കാളി ബാങ്കുകളിലേക്ക് കൈമാറ്റം ചെയ്തു. പേയ്മെന്റ് ബാങ്ക് നിയമപരമായി നിലനിന്നിരുന്നുവെങ്കിലും 2024-25 വർഷങ്ങളിൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നിഷ്ക്രിയമായിരുന്നു. പിന്നീട് ലഭിച്ച നിയന്ത്രണ അനുമതികൾ ഈ മാറ്റത്തെ സഹായിച്ചു. 2024 ഒക്ടോബറിൽ പുതിയ UPI ഉപഭോക്താക്കളെ ചേർക്കാൻ 197 കമ്മ്യൂണിക്കേഷന് അനുമതി ലഭിച്ചിരുന്നു. 2025 നവംബറിന് പേടിഎം പേയ്മെന്റ് സർവീസസ് പേയ്മെന്റ് അഗ്രിഗേറ്റ് ലൈസൻസും ലഭിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് 2024 നിയന്ത്രണങ്ങൾക്കും 2026 ലൈസൻസ് റദ്ദാക്കലിനും ഇടയിലുള്ള സമയം നിക്ഷേപകർക്ക് ബുദ്ധിമുട്ടില്ലാതെ പണം പിൻവലിക്കാൻ അവസരമൊരുക്കുന്നതായിരുന്നു. 2015 ഓഗസ്റ്റിൽ അനുമതി ലഭിച്ച പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് 2017 മെയ്യിലാണ് പ്രവർത്തനം തുടങ്ങിയത്. ഇനി നിക്ഷേപകരെ സംബന്ധിച്ച് ഇത് എത്രത്തോളം ബാധിക്കും?
പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയെങ്കിലും മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷന്റെ പ്രവർത്തനങ്ങൾ മറ്റ് ബാങ്കുകളുമായി സഹകരിച്ച് സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പേടിഎം ആപ്പ്, UPI, പേയ്മെന്റ് ഗേറ്റ്വേ തുടങ്ങിയ സേവനങ്ങളെ ഈ നടപടി ബാധിക്കില്ല എന്നതും പുതിയ UPI ഉപഭോക്താക്കളെ ചേർക്കാനും പേയ്മെന്റ് അഗ്രിഗേറ്ററായി പ്രവർത്തിക്കാനും കമ്പനിക്ക് അനുമതി ലഭിച്ചത് ബിസിനസ് കരുത്ത് പകരുന്ന കാര്യവുമാണ്. ബാങ്കില്ലാത്ത സാഹചര്യത്തിൽ മറ്റു ബാങ്കുകളുമായുള്ള പുതിയ പങ്കാളിത്തം കമ്പനിയുടെ ലാഭക്ഷമതയെ എങ്ങനെ ബാധിക്കുമെന്ന് നിക്ഷേപകർ നിരീക്ഷിക്കണം. എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിലുണ്ടായ ഏകദേശം 27% വർധനവ് വിപണിയിൽ കമ്പനിയിലുള്ള വിശ്വാസത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ബാങ്കിന്റെ ലൈസൻസ് പോയത് ഒരു തിരിച്ചടിയാണെങ്കിലും കമ്പനിയുടെ പ്രധാന ബിസിനസ് മോഡൽ ഇപ്പോൾ ബാങ്കിനെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്നതിനാൽ അത്ര തന്നെ ഭയപ്പെടേണ്ട സാഹചര്യം ഒരുങ്ങുന്നില്ല. വാർത്തകൾ കേട്ട് പെട്ടെന്ന് ഭയപ്പെട്ട് ഓഹരികൾ വിറ്റഴിക്കുന്നതിന് പകരം കമ്പനിയുടെ അടുത്ത പാദത്തിലെ സാമ്പത്തിക ഫലങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ബാങ്കിനെ ആശ്രയിക്കാതെയുള്ള കമ്പനിയുടെ പുതിയ ബിസിനസ് മോഡലുള്ള വിശ്വാസവും നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിയും പരിഗണിച്ച് ഓഹരികൾ നിലനിർത്താവുന്നതാണ്. ബാങ്ക് ലൈസൻസ് റദ്ദാക്കപ്പെടുമെന്നത് വിപണി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നായതിനാൽ ഇതിനോടകം തന്നെ വലിയ തകർച്ചകൾ സംഭവിച്ചു കഴിഞ്ഞു. ഇനി കമ്പനിയുടെ വളർച്ച പുതിയ പേയ്മെന്റ് സംവിധാനങ്ങളെയാകും പ്രധാനമായും ആശ്രയിച്ചിരിക്കുക. അതിനാൽ തന്നെ നിക്ഷേപം വലുതാണെങ്കിൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഒരു സെബി അംഗീകൃത ഫൈനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും.